വല്ലാത്തൊരു സൂത്രായി പോയിപ്പത്. എനിക്ക് മനസ്സിലായി ഏതാണെന്ന്. ഇപ്പൊ മനസ്സിലായില്ല, പക്ഷെ ഞാൻ ഒന്നും കൂടി പാടി നോക്കട്ടെ, അപ്പൊ മനസ്സിലാവും. അപ്പൊ തുടങ്ങിക്കോ തുടങ്ങിക്കോ. അത്തലത്തി തലത്തവളാച്ചി മണിയമ്മ വിളക്കൂതി ഫൂ ഫൂ ഫൂ. കിട്ടിപ്പോയി. ശരിക്കും കിട്ടിയോ? ശരിക്കും കിട്ടിയെന്നോ? ശരിക്കും കിട്ടി കുഞ്ഞപ്പോ, കിട്ടി. കിട്ടി ശരിക്കും കിട്ടി. പിന്നല്ല പണി പാളിയോ? ഇനിയിപ്പോ ചൊറിയുടെ മൈലാഞ്ചി എടുത്തിട്ട് ഇവർ തന്നെ കയ്യിലിടോ? ഇനിയിപ്പോ എങ്ങനെ ഇപ്പൊ അതൊന്നും അവിടെ എടുക്കുക? അവരതെടുക്കാൻ സമ്മതിക്കോ? അതെങ്ങനെയാണെങ്കിലും ഒന്ന് കൈ പറ്റുന്നില്ലോ. പാവം ചിന്നു ചിന്നു തക്കുറുവാവേ, ഒന്നും ആ ചൊറിയുടെ മൈലാഞ്ചി കയ്യിലിടാൻ പറ്റൂല. അതിന് എന്തായാലും അവരെ രക്ഷിക്കണം. മീനു മീനു അവൾക്ക് തന്നെ കൊടുക്കണം ചൊറിയുടെ മൈലാഞ്ചി. ഹോ, എന്റെ തലയിൽ നല്ല ബുദ്ധി തെളിഞ്ഞ മതിയായിരുന്നു. ശോ, ഈ തലയിലാണെങ്കിൽ ആശുപത്രി ബുദ്ധി ഒന്നും തെളിയണില്ലല്ലോ. അയ്യോ, ഇനി ഞാൻ എന്താ ചെയ്യാ? ഓ, ഒരു തല വേണ്ട സമയത്തൊന്നും ബുദ്ധി ഉണ്ടാവില്ല, അല്ലാത്ത സമയത്തൊക്കെ ഇഷ്ടം പോലെ ബുദ്ധി വരും തലയില്. ഓ, തലേ ഒന്ന് ബുദ്ധി പറഞ്ഞിട്ടാ. ശോ, മമ്മി, അത് മമ്മി വന്നിക്കണു. മമ്മി എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നിക്കുന്നേ? മമ്മി കണ്ട് എന്തായാലും എന്നെ ചീത്ത പറയാൻ ഇവരുടെ കൂടെ നിന്നാല്. മമ്മിക്കാണെങ്കിലേ മീനുവിനെ മാത്രമേ പറ്റൂ. ശോ, ചെറുത്താനും കടലിൽ നടക്കുന്ന പായിന് കേട്ടിട്ടുള്ളൂ. ഇപ്പൊ ശരിക്കും കണ്ടോ? അവര് മൈലാഞ്ചി എടുക്കാതിരിക്കും വേണം. മമ്മി തെറ്റാനും പാടില്ല. അതിനിപ്പോ എന്താ ഒരു സൂത്രം? ഹോ, വല്ലാത്തൊരു തല. വേണ്ടുന്ന സമയത്ത് തലയിൽ വല്ല ബുദ്ധി ഉദിക്കണ്ടേ, എന്നാലേ ഒരു തല ഇങ്ങോട്ട് കാര്യമുള്ളൂ. അല്ലാതെ വെറുതെ കഴുത്തിന്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ തലേ? അയ്യോ, എന്റെ തല എനിക്കൊന്ന് ബുദ്ധി പറഞ്ഞിട്ടാ. അയ്യോ, മൈലാഞ്ചി അവരെടുക്കും. അയ്യോ മമ്മി, ഒരു വശത്ത് മൈലാഞ്ചി ഒരു വശത്ത് മമ്മി. അയ്യോ, എന്റെ കാര്യം പോക്കാ. അയ്യോ, ഞാനിതിന്ന് ഒന്ന് എങ്ങനെ രക്ഷപ്പെടാ? വേഗം എന്റെ തലയിൽ വല്ല സൂത്രം വന്നാ മതിയായിരുന്നു. മമ്മി, എന്തുവാടി? ഞാൻ നിന്റെ മമ്മിയല്ലേ നീ? അതല്ല മമ്മി. പിന്നെ ആരാടി നിന്റെ മമ്മി? അയ്യോ മമ്മി, അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ പിന്നെ നീ എന്ത് പറഞ്ഞെന്നാ? അയ്യോ മമ്മി, എന്തിനാ വെറുതെ ഇങ്ങനെ സ്കൂളിലൊക്കെ വന്നേക്കുന്നേ? ഓ, അപ്പൊ ഞാൻ സ്കൂളിൽ വന്നത് നിനക്ക് ഇഷ്ടായില്ല അല്ലേടി? അയ്യോ മമ്മി, ഞാൻ അതൊന്നല്ല പറഞ്ഞത്. പിന്നെ പിന്നെ നീ എന്ത് പറഞ്ഞെന്നാ? നിനക്ക് എന്താടി ഞാൻ സ്കൂളിൽ വന്ന പ്രശ്നം? അയ്യോ മമ്മി, ഞാൻ അതിനല്ല പറഞ്ഞത്. അറിയാമ്മ ആന്റിയുടെ കൂടെക്ക് എന്തിനാ മമ്മി വെറുതെ വരുന്നേ? മമ്മിക്ക് വരുമ്പോ ആ മീനുവിന്റെ മമ്മിയുടെ കൂടെ വന്നാ പോരെ? ഓ, ഇപ്പൊ അങ്ങനെയോ? ദാ കൊച്ചേ, ചുമ്മാ കളിക്കാൻ നിക്കല്ലേ. നീ എന്തിനാണ് പിന്നെ വെറുതെ ഇവരുടെ കൂടെ നിൽക്കുന്നത്? നിനക്ക് മീനുവിന്റെ കൂടെ നിന്നാ പോരെ? അത് പിന്നെ മമ്മി, ദാ നോക്ക് ചക്കി, ഞാൻ നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നല്ല കൂട്ടുകെട്ട് കൂടിയാ മതിന്ന്. ഇവരുടെ കൂടെ നടന്നിട്ട് ഓരോന്ന് ഒപ്പിച്ചു വെച്ചോളും. അത് പിന്നെ മമ്മി, ഞാൻ പറയുന്നത് കേക്ക്. നീ ഇനി എന്നോട് എന്ത് സംസാരിക്കാനാടി? നീ ചെയ്തത് ഒട്ടും ശരിയല്ല. അയ്യോ, ഇനിയിപ്പോ ഞാൻ ഈ മമ്മിനെ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുക? ശോ, എന്റെ തലയിലാണെങ്കിൽ വല്ലതും. ഡി, എന്താടി അങ്ങോട്ട് തിരിഞ്ഞ് വായിന് വിരലിട്ടും കൊണ്ട് നിൽക്കുന്നത്? ഇപ്പൊ വിരൽ കടിക്കുന്ന ശീലം തുടങ്ങിയോ? അങ്ങനെ വരട്ടെ, ഐഡി കിട്ടി. നല്ല തല, അല്ലെങ്കിൽ ചക്കിയുടെ തല അല്ലേ, പിന്നെ എങ്ങനെ നല്ലതല്ലാതിരിക്കുക? നല്ല തല, താങ്ക് യു തലേ. എടി പെണ്ണി, നിന്നോടാണ് ഞാൻ ചോദിച്ചത്, നീ എന്താ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നേ? ഓഹോ, എല്ലാം ചെയ്ത് വെച്ചതും പോരാ, പിന്നെയും നീ ചിരിക്കുന്നോ? എന്തുവാണ് ഇത്? ഇതൊക്കെ ചീത്ത കൂട്ടുകെട്ട് കൂടിയതിന്റെ ഫലമാ. ഓ, എന്റെ മമ്മി, ഒന്ന് പതുക്കെ പറ, അവർ കേൾക്കും. കേൾക്കട്ടെടി, അവർ കേൾക്കട്ടെടി. നിന്റെ കൂട്ടുകാരി പാവനല്ലേ, അവർ കേട്ടാ എനിക്കെന്താ? ഓ മമ്മി, ഞാൻ പറയാനൊന്ന് അനുവദിക്കോ? ദാ നോക്ക് ചക്കി, നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് അവരുടെ കൂടെ കൂടിയിട്ട് ഇങ്ങനെ നടന്നു കളയല്ലേ എന്ന്. മമ്മി പറയുന്നത് കേൾക്കാതെ ഇങ്ങനെ നടക്കുന്നത് അത്ര നല്ല ശീലമൊന്നുമല്ല, മനസ്സിലായോ നിനക്ക്? എന്റെ മമ്മി, എന്നോട് പറയാൻ അനുവദിക്കോ? എന്റെ പൊന്നു മമ്മിയല്ലേ. എന്നാ ഒന്ന് നീ പറയടി, എന്താ നിനക്ക് ഇത്ര പറയാനുള്ളത്? മമ്മി, അത് പിന്നെയല്ലേ. എന്താ ചക്കി, ഒന്ന് വേഗം പറ. മമ്മി, ഞാൻ ശരിക്കും ചിന്നുവിനെ പറ്റിക്കാനാ വന്നേ. ദാ നോക്ക് ചക്കി, നീ എന്നോട് കള്ളം പറയില്ലേ. മമ്മിക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാ മതി, അല്ലെങ്കിൽ മമ്മി വിശ്വസിക്കണ്ട. എന്നാ ഒന്ന് വേഗം പറയണേ, നോക്കട്ടെ നിനക്ക് എന്താ പറയാനുള്ളതെന്ന്. അങ്ങനെ വഴിക്ക് വാ മമ്മി. അത് പിന്നില്ലേ മമ്മി, ഞാൻ സൂത്രം കാണിക്കാൻ പോവാ. മമ്മി എന്റെ കൂടെ നിൽക്കണേ. എന്താന്ന് വെച്ച് കാണിക്കരുത് നീ.
പോയിട്ടുണ്ട്. ഞാൻ പോയില്ല. ഞാൻ നിന്നെ തെരഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. ഓ, കുഞ്ഞിപ്പാത്തുനെ സ്കൂളിൽ ചേർത്താൻ വന്നതാ. അതിനെന്തിനാണ് നീ ഇത്ര സന്തോഷിക്കുന്നേ? അവൾ നിന്റെ ശത്രുവല്ലേ? അയ്യോ, മമ്മി ഇപ്പൊ നോക്കിക്കോ അവൻ എന്റെ ശത്രുവാണോ മിത്രാണോ എന്ന്. മമ്മി നോക്ക്. നടക്കട്ടെ നടക്കട്ടെ. നടക്കും മമ്മി നടക്കും. അപ്പൊ എല്ലാരും സമ്മതത്തോടെ ഞാൻ മൈലാഞ്ചി എടുക്കാൻ പോകാണ്. അവരോട് നന്നായി ദേഷ്യപ്പെടണം. അവർക്ക് തോന്നണം ഞാൻ അവരുടെ ഭാഗമല്ല മീനുന്റെ ഭാഗമാണെന്ന്. ഇപ്പൊ എങ്ങനെ എന്റെ മുഖത്ത് നന്നായി ദേഷ്യം വന്നില്ലേ? ഇപ്പൊ കാണിച്ചു തരാ. എന്താ എല്ലാത്തിന്റെയും പല്ലൊക്കെ പുറത്തേക്കിട്ടുള്ള ചിരി? പെണ്ണെ, എന്താ ഉനക്ക് പറ്റിയത്? പെട്ടെന്ന് സ്വഭാവം മാറിയോ? പിന്നെ നീ എന്താണ് വിചാരിച്ചത്? ഞാൻ നിന്റെ കൂട്ടാണെന്നാ? എടി ചിന്നൂസേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരെണ്ണം കുക്കുർമി. ആടി, ഞാൻ കുക്കുർമിന്നെടി. നിങ്ങൾ നേരത്തെ പറഞ്ഞതേ ഞാൻ അവിടെ ഒളിച്ചു നിന്ന് കേട്ടു. ഞങ്ങളോ? ഞങ്ങളല്ല, നിങ്ങള്. നിങ്ങൾ അവിടെ നിന്നിട്ടേ നേരത്തെ കുക്കുർമിയുടെ പാട്ട് പാടില്ലേ? നിന്റെ പറഞ്ഞത് ഞാൻ കുരുമുളകാണെന്നാ. ഇവള് പൊളിച്ചല്ലോ. ഇവൾ എന്റെ മോള് തന്നെ. അല്ലെങ്കിലും എന്റെ ചക്കി ഒരു സംഭവല്ലേ. അവളെ പോലെ ഒരു മകളെ കിട്ടിയതാ എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. വേഗം താ, വേഗം തന്നെ എന്റെ മൈലാഞ്ചി. അത് പിന്നെ എന്ത് മൈലാഞ്ചി? ചിന്നു, വെറുതെ അടവെടുക്കാൻ നിൽക്കണ്ടോ. ഞാൻ നിനക്ക് മൈലാഞ്ചി കൊടുത്തേ. അതിങ്ങോട്ട് താന്ന്. അതിനത് പ്രീച്ച് തന്നതല്ലേ, അതിനെന്താ? ഇവളിത് തകർക്കുമല്ലോ. പ്രീച്ചോ? അത് പ്രീച്ച് തന്നതൊന്നല്ല. ഞാൻ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതാ. അപ്പൊ കുഞ്ഞപ്പു നമ്മള് വിശ്വസിച്ചത് കള്ളം, പച്ചക്കള്ളം. ശരിക്കും പച്ചക്കള്ളം? ആടി പെണ്ണേ, നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കാതെ മര്യാദക്ക് ആ മൈലാഞ്ചി ഇങ്ങോട്ട് തന്നോ? അതെ, എന്റെ മമ്മി അരച്ചു കൊണ്ടുവന്ന് തന്നതാ എനിക്ക്. അതെടുത്തിട്ട് നിങ്ങൾ അങ്ങനെ ഫസ്റ്റ് പ്രൈസ് വാങ്ങണ്ട. ഇത് എനിക്കും മീനുവിനും ഉള്ളതാ. കുഞ്ഞപ്പു, കുഞ്ഞപ്പുനല്ല മീനുവിനെ. മൈലാഞ്ചി മാത്രം മൈലാഞ്ചി, വേറെ ഏതും കിട്ടില്ല. എന്റെ മമ്മി അരച്ച മൈലാഞ്ചില്ലേ നിങ്ങൾക്കല്ലേ ഇപ്പൊ ഞാൻ തരുന്നേ. അയ്യോ, ഇവള് എന്റെ മോള് തന്നെ, അക്കാര്യത്തിൽ ഒരു സംശയമില്ല. അയ്യോ ചക്കിമോളെ, അമ്മയുടെ സുന്ദരി. മൈലാഞ്ചി എന്നെടുത്തേ, മൈലാഞ്ചി. മാമമ്മി, നമുക്ക് മീനിന്റെ അടുത്തേക്ക് പോവാ. മാമോളെ, അമ്മയുടെ സുന്ദരി വാ. എങ്ങനെയുണ്ട് മമ്മി എന്റെ പെർഫോമൻസ്? ഒന്ന് പറയണ്ട, ഞാൻ ആകെ ഞെട്ടിപ്പോയി മോളെ. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. നീ അതിനപ്പുറമായി പോയി. അതാണ് മമ്മി ഈ ചക്കി. അമ്മയുടെ ചക്കിയല്ലേ, പിന്നെ ഒട്ടും മോശാവോ? മമ്മി ചക്കി. മതി മമ്മി ചിരിച്ചത്. നമുക്ക് മീനിന്റെ അടുത്ത്